അങ്ങനെ അത് സ്വയം അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർക്കേണ്ടതില്ലേ? അദ്ദേഹം പറഞ്ഞത് അതാണ്. അതോർക്കണം. ദിക്റുണ്ടാവണം. എന്തിനെ പറ്റി? മരണത്തെ പറ്റിയുള്ള ദിക്റുണ്ടാവണം എന്ന്. ദിക്റുകൾ നാട്ടിൽ സുലഭമാ. ലക്ഷക്കണക്കിന് ദിക്റുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിഗന്ധങ്ങൾ മുഴങ്ങുന്ന സ്വരത്തിൽ വെച്ച് കാച്ചിക്കൊണ്ടിരിക്കുക. അതല്ല ഇവിടെ പഠിപ്പിച്ചത്. മരണത്തെ പറ്റിയുള്ള ദിക്ർ, സ്വബോധമുണ്ടാവാൻ, മരണത്തെ പറ്റിയുള്ള ബോധമുണ്ടാവാൻ, മനുഷ്യൻ നന്നാവാൻ ഏക മാർഗമാണിത്. ഈ സംഭവം ഫാത്തിമ ബീവിയോട് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി പൊട്ടിക്കരയുകയാ. നബി ആകെ വിഷമിച്ചു പോയി. എൻ്റെ പൊന്നുമോൾ കരയുകയാണല്ലോ, അവളുടെ കരച്ചിൽ നിർത്താൻ എന്ത് ചെയ്യും? ഉടനെ തന്നെ പ്രവാചകൻ ഒരു പൊടിക്കൈ പ്രയോഗിച്ചു. അത് കേട്ടപ്പോൾ ഫാത്തിമ ബീവി ചിരിച്ചു. തോഴിമാർ ചോദിച്ചു, ആദ്യം നിങ്ങൾ കരഞ്ഞു, പിന്നീട് നിങ്ങൾ ചിരിച്ചു. കരഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി, ഉപ്പ മരിക്കും എന്ന് കേട്ടതുകൊണ്ടല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ ചിരിച്ചു? അപ്പോഴാണ് ഫാത്തിമ ബീവി പറയുന്നത്, എൻ്റെ കുടുംബത്തിൽ എന്നോട് ആദ്യം ചേരുന്നവർ മോളായിരിക്കും എന്ന് എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് ഞാൻ ചിരിച്ചത്. 6 മാസം കൊണ്ട് നീ തിരിച്ചു വരും എന്ന് പറഞ്ഞു, എന്നോടൊപ്പം ചേരും എന്ന് പറഞ്ഞു. ഞാൻ ആലോചിക്കുകയാണ്, ആരെങ്കിലും എന്നോട് 6 മാസം മാത്രമേ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ അജൽ അവധിയുള്ളൂ എന്ന് പറഞ്ഞാൽ കഴിയുമോ എനിക്ക്? ആ 6 മാസം പൂർത്തീകരിക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ? ഇല്ല. പിന്നെ ടെൻഷനായിരിക്കും, സംഘർഷമായിരിക്കും, പേടിയും വെപ്രാളവുമായിരിക്കും. അങ്ങനെയുള്ളവർ ചിന്തിക്കുക, നന്നാവേണ്ടിയിരിക്കുന്നു, ഒന്നുകൂടി നന്നാവാൻ, തസ്കിയത്ത് നേടാൻ സമയമായിരിക്കുന്നു എന്ന് ചിന്തിക്കുക. ഇതാണ് ഏക മാർഗം. മരണത്തെ ഓർക്കുക എന്നതാണ് അതിപ്രധാനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മരണം ഒന്നേയുള്ളൂ. ആ ഒരു മരണം 2 തരത്തിലാകുന്നു എന്ന് നമുക്കറിയാം. ഏത് മരണമാണ് വേണ്ടത് എന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ തീരുമാനിക്കണം. നല്ല മരണം വേണമെങ്കിൽ നല്ലവരാവേണ്ടതുണ്ട് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. ഒന്നുകൂടി തസ്കിയത്തുണ്ടാവാൻ എന്തുണ്ട് മാർഗം? പലപ്പോഴും ദിക്ർ തന്നെയാണ് അതിന് മാർഗമായി നമുക്ക് പറയാനുള്ളത്. എന്താണ് ദിക്ർ? ഈ പറയുന്ന സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്നത് മാത്രമല്ല, അതൊക്കെ ദിക്റാണ്. അതൊക്കെ അംഗീകരിച്ചേ പറ്റൂ. പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് വഴിമാറിക്കൊണ്ടിരിക്കുന്നു എന്നത് സത്യം. എന്നാൽ ദിക്ർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വദ്കുറു നിഅമതിയല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫളൽതുകും അലൽ ആലമീൻ. ഇതാണ് ഓർക്കേണ്ടത്. പലപ്പോഴും ചോദിക്കും, എന്താ വർത്തമാനം? ഒന്നും പറയണ്ട, കച്ചവടമൊക്കെ വളരെ വിഷമത്തിലാ, ശാരീരികമായി ഞാൻ ആകെ ദുരിതത്തിലാ, വേദന, അത് പറയേണ്ടതില്ല. മോന്റെ കാര്യവും മോളെ കാര്യവും ഓളെ കാര്യവും ചോദിക്കണ്ട, ഏറെ വിഷമമാണ്. ഈ മുരടനായ മനുഷ്യൻ പറയുന്നത് അള്ളാഹുവിനെ മറന്നുകൊണ്ട് സംസാരിക്കുന്നു. എന്തേ അൽഹംദുലില്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറയാൻ അവന് സാധിക്കുന്നില്ല. ഈ ദിക്റില്ലാത്തതാണ് തസ്കിയത്ത് നഷ്ടപ്പെടാൻ ഏറ്റവും വലിയ കാരണമായി വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നത്. അതുകൊണ്ട് വദ്കുറു നിഅമതിയല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫളൽതുകും അലൽ ആലമീൻ. ദിക്ർ ഉണ്ടാവട്ടെ. ദിക്ർ എന്നത് അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് മാത്രമുള്ള ഓർമ്മകളാണോ? അല്ല. അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് മാത്രമുള്ള ഓർമ്മകളല്ല ദിക്ർ. പിന്നെയോ നിഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ലല്ലോ എന്നതും ദിക്റുകളാ. എനിക്ക് വാൽവില്ലാത്ത അല്ലെങ്കിൽ ഹൃദയ രോഗിയായിട്ടുള്ള ഒരു കുഞ്ഞുമോനെ പടച്ചവൻ എനിക്ക് നൽകിയില്ലല്ലോ. വൈകല്യമില്ലാത്ത മക്കളെയാണല്ലോ എനിക്ക് നൽകിയിട്ടുള്ളത്. അല്ല, എനിക്കും മാരകമായ രോഗങ്ങളും പ്രയാസങ്ങളും നൽകിയില്ലല്ലോ. ഇതും ദിക്ർ തന്നെയാണ്. തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും തരാത്ത ഒരുപാട് അപകടങ്ങളെ സംബന്ധിച്ചും നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് കൂടുതൽ തസ്കിയത്ത് നേടാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് അതുപോലുള്ള ദിക്റിലേക്ക്, അള്ളാഹു തന്നിട്ടുള്ള ദിക്റിലേക്ക് നമ്മൾ സജീവമായി ഒറ്റയ്ക്കിരുന്ന് ഓർമ്മിക്കുക എന്നതാണ് അതിപ്രധാനമായിട്ടുള്ള മാർഗം. അതുകൊണ്ട് ചിന്തിക്കുക സഹോദരന്മാരെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്.
ഇനി അവസാനമായി ഓർക്കേണ്ടതെന്ത്? ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എന്താണ് ഓർക്കേണ്ടത്? എന്തായിരിക്കും എൻ്റെ ഹാല് എന്ന്? എവിടെ? റബ്ബിന്റെ മക്കാമിൽ ദുനിയാവിലെ മക്കാമിൽ പോവുകയും അവിടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു മക്കാമില്ല എന്ന്, പടപ്പുകൾക്ക് മക്കാമില്ല എന്ന്, പടച്ചവന് മാത്രമേ മക്കാമുള്ളൂ എന്നു കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടവർ നമ്മൾ, ഖുർആന്റെ പഠിതാക്കൾ. വലിമൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ. മഖാമിനെ പറ്റിയുള്ള ബോധം, റബ്ബിന്റെ മഖാമിനെ പറ്റിയുള്ള ബോധം, ഇതാണ് മനുഷ്യൻ നന്നാവാനുള്ള ഏകമാർഗം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ റഹ്മാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സനഫ്റുഗു ലക്കും അയ്യുഹസ് സഖലാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഞാൻ ഒഴിഞ്ഞു വരികയാണ്. അയ്യുഹസ് സഖലാൻ, ഭൂമിയുടെ ഭാരങ്ങളെ എന്ന്. എന്ത് വിളിയാ ഇത്? എന്തൊരു സംസാരമാണ് പടച്ചവൻ സംസാരിക്കുന്നത്. അവൻ കുടുംബത്തിന് ഭാരമാണ്. എന്താ കാര്യം? 2 കിലോ അരി പുഴുകി കൊടുത്താൽ അവൻ സാപ്പിടും, പക്ഷേ ഉരി അരി അവൻ സമ്പാദിക്കില്ല. അവൻ ആരാണ്? കുടുംബത്തിന് ഭാരമാണ്. അങ്ങനെ ഭൂമിക്ക് ഭാരമായ, ഭൂമിക്കൊരു നന്മകളും ചെയ്യാത്ത, ഭൂലോകവാസികൾക്ക് ഒരു നന്മയും ചെയ്യാത്ത ജിന്നുകളെ, ഇൻസുകളെ, നിങ്ങളെ വിലയിരുത്താൻ, നിങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കാൻ, നിങ്ങളുടെ കൊട്ടയും പാണ്ഡവും പെട്ടിയും തുറക്കാൻ ഞാനിതാ ഒരുങ്ങി റെഡിയായി വരികയാണ് എന്ന റബ്ബിന്റെ സംസാരം. യാ മഅശറൽ ജിൻ വൽ ഇൻസ് ഇൻ ഇസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ് ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. ആ വിചാരണയിൽ നിന്ന്, ആ മൂല്യ പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഭൂമിയിലോ ഭൂവനങ്ങളിലോ എവിടെയെങ്കിലും ഗുഹകളോ മാളങ്ങളോ ഉണ്ടെങ്കിൽ പരിശോധിച്ചോളൂ, നിങ്ങൾ അവിടെ ഒളിച്ചോളൂ. ഇല്ല, കഴിയില്ല കേട്ടോ. ലതംഫുദൂന ഇല്ലാ ബിസുൽത്താൻ. ആ പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇല്ല, കഴിയില്ല, എൻ്റെ അനുമതിയില്ലാതെ. ഈ ചിന്ത എന്ന് നമ്മുടെ മനസ്സിലേക്ക് കുടിയേറുന്നുവോ അവിടെ തസ്കിയത്തുണ്ടാവും എന്നറിയുക. നമുക്കറിയാം, ഗൾഫിൽ നിന്ന് വരുന്നവർ, ഉപ്പമാർ, ഉമ്മമാർ, ആങ്ങളമാർ, സഹോദരന്മാർ പലരും അവരുടെ പെട്ടിയും ഭാണ്ഡവും പരിശോധിക്കാൻ, അത് തുറക്കാൻ വയസ്സായ ഉമ്മാമ വരെ തിക്കിത്തിരക്കി നിൽക്കുന്നത് കാണുന്നില്ലേ? എന്തൊക്കെയാ അവർ ചോദിക്കുന്നത്? മഫ്തയില്ലേ, പർദ്ദയില്ലേ, കമ്പ്യൂട്ടറില്ലേ, അല്ല TV ഇല്ലേ, അല്ല എൻ്റെ ഒരുപാട് മനോമുകുരത്തിൽ ഞാൻ താലോലിക്കുന്ന പലതും സുഖഭോഗ വസ്തുക്കൾ ഇവിടെയില്ലേ എന്ന് ചുറ്റിലും കൂടിയ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അതൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ അതിശക്തമായി പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുക. അയൽവക്കത്തെ അബൂബക്കർ കണ്ടില്ലേ, 2 കൊല്ലം കൊണ്ട് മുഴുവൻ അറബ് ലോകം മുഴുവനും മക്ക പെട്ടിയിലാക്കി ഇങ്ങ് മുക്കത്ത് കൊണ്ടുവന്നില്ലേ എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതേപോലെയാവേണ്ടതില്ലേ? എന്തേ നിങ്ങളൊന്നും കൊണ്ടുവന്നില്ലേ എന്നുള്ള ചോദ്യം, അതാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഈ അവസ്ഥയാണ് നാളെ പരലോകത്തുണ്ടാവാൻ പോകുന്നത്. ഒന്നുകൂടി 80 കൊല്ലത്തെ അവന്റെ അധ്വാനം, അവന്റെ പ്രവർത്തനം വിലയിരുത്തുന്നതിന് വേണ്ടി പടച്ചവനും അള്ളാഹുവിന്റെ മലായികത്തും അംബിയ ഔലിയാക്കന്മാരും നാളെ മഹ്ശറയിൽ യൗമുൽ ഖിയാമത്ത് 1-ാം തീയതി മുതൽ ആദം നബി മുതൽ യൗമുൽ ഖിയാമത്ത് 1-ാം തീയതി വരെയുള്ള സകലമാന മനുഷ്യ സഞ്ചയവും ഒരുമിച്ച് കൂടുന്നിടത്ത് നമ്മുടെ പെട്ടി തുറക്കുമ്പോൾ എന്തായിരിക്കും ഹാല് എന്ന് ആലോചിക്കാതെ കണ്ട് സംസ്കരണം ഉണ്ടാവും എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അതുകൊണ്ട് സംസ്കരണം തുടങ്ങേണ്ടത് വ്യവസ്ഥിതിയിൽ നിന്നല്ല, നമ്മുടെ മനസ്സിന്റെ മാറ്റത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അതുകൊണ്ട് മനസ്സുകൾ മാറട്ടെ. വ്യവസ്ഥിതിയിലൂടെ, അധികാരങ്ങളിലൂടെ മാറ്റം വരുത്താമെന്ന് വ്യാമോഹിച്ചവർ പിന്നോട്ടടിച്ചപ്പോ ഇവിടെ നമുക്ക് പറയാം, ഇതാ ഈ വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിന് മാറ്റമുണ്ടാക്കാൻ കഴിയും, മനുഷ്യന്മാരിൽ മാറ്റമുണ്ടാക്കാൻ കഴിയും എന്ന് നമുക്ക് പറയാം. വിശുദ്ധ ഖുർആൻ
പറഞ്ഞിട്ടുള്ള അവസാന ഒരു വചനവും കൂടി അവസാനമായി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് ജാഅകും ബസായിറു മിർ റബ്ബികും ഫമൻ അബ്സറ ഫലിനഫ്സിഹി വമൻ അമിയ ഫഅലൈഹാ വമാ അന അലൈക്കും ബിഹഫീദ്. നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്ന തെളിവുകൾ, ബസീറ, കണ്ണ് തുറപ്പിക്കുന്ന തെളിവുകളാണ്, ഉൾക്കാഴ്ച നൽകുന്ന തെളിവുകളാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്. ആരെങ്കിലും തൻ്റെ മേധ ഉപയോഗിച്ച്, അല്ല നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ കൽബ് ഉപയോഗിച്ച്, തൻ്റെ ബസറും തൻ്റെ സമഉം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുന്നുവെങ്കിൽ ഫലിനഫ്സി വമൻ അമിയ, ആരെങ്കിലും പഠിക്കാതെ അന്ധനായി മൂഖനായി മുരടനായി പിൻവാങ്ങുന്നുവെങ്കിൽ ഫഅലൈഹ, അതിൻ്റെ പരിണതിയും അതിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവൻ തന്നെ അനുഭവിക്കേണ്ടി വരും. വമാ അന അലൈക്കും ബിഹഫീൽ, ഞാൻ മുത്തുനബിയുടെ ഉമ്മത്തിയാണ് എന്ന് പറഞ്ഞ്, ഉമ്മത്തിൽ പെട്ടവനാണ് എന്ന് പറഞ്ഞ് ആ ലോകത്തേക്ക് വന്നാൽ അവിടെ ഞാൻ നിങ്ങളുടെ സുരക്ഷ സംരക്ഷണം ഏറ്റെടുക്കുകയില്ല എന്ന് ഒഴിഞ്ഞു പറഞ്ഞിട്ടുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തെയാണ് നമ്മൾ കേൾക്കേണ്ടത്. അതുകൊണ്ട് കേൾക്കുക, വിശുദ്ധ ഖുർആനിലൂടെ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുക. തൻ്റെ ബുദ്ധിയും കൽബും ഖുർആനിന്റെ മുമ്പിൽ പറിച്ചു വെക്കുക. എന്നിട്ട് കൽബ് കൊണ്ട് പഠിക്കുക, മനനം നടത്തുക, പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക. അങ്ങനെ ലോകത്തിന് വെളിച്ചമായി മാറാൻ നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുക. നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബത്തിന്റെ ജീവിതം, അതെല്ലാം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുക. അങ്ങനെ ലോകത്തിന് ഷഹീദുകളായി, ജീവിക്കുന്ന സാക്ഷികളായി, ഖുർആനിന്റെ പ്രതികളായി, ഖുർആനിൽ എന്തു കാണുമോ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ കൃത്യമായി ഷഹീദുകളായി ജീവിക്കുന്ന, ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന പച്ച മനുഷ്യരായി മാറാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അല്ലാഹു അതിന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വലില്ലാഹിൽ ഹംദ് വശുക്ർ വൽ മിന്ന. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.